ഇന്ന് രാത്രി എന്താ പ്ലാൻ? ഇന്ന് 2 മണിക്ക് ഞാൻ ഉറക്കെ കരയും, അവരെ ശല്യപ്പെടുത്തും. അതെ, ഇവന് രാത്രിയിലാണ് ഡ്യൂട്ടി. ആരെയും ഉറങ്ങാൻ വിടില്ല. നവജാത ശിശുക്കൾ രാത്രിയിൽ കരയുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ ഒന്ന് വിശപ്പാണ്. കുഞ്ഞുങ്ങൾക്ക് ഓരോ 2-3 മണിക്കൂറിലും വിശക്കും. പിന്നെ വയറ്റിൽ ഗ്യാസ് നിറയുമ്പോഴോ ചൂടോ തണുപ്പോ കൂടുമ്പോഴോ കുഞ്ഞുങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകാം. മലമൂത്ര വിസർജനം നടത്താൻ തോന്നിയാലും നനഞ്ഞ ഡയപ്പർ കാരണം അസ്വസ്ഥത ഉണ്ടായാലും കുഞ്ഞുങ്ങൾ കരയും. അവരെ എടുക്കാനോ ചേർത്ത് പിടിക്കാനോ വേണ്ടിയും കുഞ്ഞുങ്ങൾ കരയാറുണ്ട്. അത് അവരുടെ അതിജീവനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും ഒരു ഭാഗമാണ്, ജനിതക സ്വഭാവം. പിന്നെ ഏകദേശം 5-6 മാസം പ്രായമാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പല്ല് വരാൻ തുടങ്ങും. ഇത് മോണയിൽ വേദനയും അസ്വസ്ഥതയും ഉണ്ടാക്കും. അത് കാരണം കുഞ്ഞ് കരയാം. അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴും കരയാം. കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അവരെ ചേർത്തു പിടിക്കുകയോ താരാട്ട് പാടുകയോ വയർ തിരുമ്മി കൊടുക്കുകയോ ചെയ്യുന്നത് വളരെ ആശ്വാസം നൽകും. മറ്റ് ജീവികളെ അപേക്ഷിച്ച് മനുഷ്യക്കുഞ്ഞുങ്ങൾ വളരെ നിസ്സഹായരാണ്. അതുകൊണ്ടുതന്നെ രക്ഷകർത്താക്കളുടെ സംരക്ഷണം അവർക്ക് കൂടിയേ തീരൂ. കരച്ചിലിലൂടെയാണ് അവർ തങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുന്നതും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതും. അമ്മയുടെയോ അച്ഛന്റെയോ സ്പർശനം, ശബ്ദം, സാമീപ്യം എന്നിവയെല്ലാം കുഞ്ഞുങ്ങൾക്ക് അതിയായ ആശ്വാസവും സുരക്ഷിതത്വബോധവും നൽകുന്നു. ഇത് അവരുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഈ പുന്നാരം കള്ളക്കരച്ചിൽ എല്ലാം ഒരു ജന്മസിദ്ധമായ ആവശ്യമായി കണക്കാക്കാം. അത് അവരുടെ നിലനിൽപ്പിനും ആരോഗ്യമുള്ള ഒരു വ്യക്തിയായി വളരുന്നതിനും അത്യാവശ്യമാണ്. പഴയ കാലത്ത് മുത്തശ്ശിമാരുടെ സാന്നിധ്യം കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ സഹായകമായിരുന്നു. എന്നാൽ അവരൊക്കെ ഇപ്പോൾ വൃദ്ധസദനത്തിലാണ്. അതിനു പകരം LLMകളാണ്. എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ ഇവന്റെ അരയിൽ ഒരു ചിപ്പ് അരഞ്ഞാണത്തിൽ ഏലസ് പോലെ കെട്ടിയാലോ? അതിന്റെ ആവശ്യമില്ല. അതിന് സമാനമായ സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ലഭ്യമാണ്. സ്മാർട്ട് ബേബി മോണിറ്ററുകൾ. ഈ മോണിറ്ററുകൾ കുഞ്ഞിന്റെ ശ്വാസം, ചലനം, താപനില എന്നിവ നിരീക്ഷിക്കുകയും എന്തെങ്കിലും അസ്വാഭാവികമായ മാറ്റങ്ങൾ ഉണ്ടായാൽ മാതാപിതാക്കൾക്ക് ഫോണിലൂടെ അറിയിപ്പ് നൽകുകയും ചെയ്യും. പിന്നെ സ്മാർട്ട് ഡയപ്പർ സെൻസറുകൾ. ഇത് ഡയപ്പർ നനഞ്ഞാൽ അപ്പോൾ തന്നെ ഫോണിൽ അറിയിപ്പ് നൽകും. ഇത് കുഞ്ഞിന്റെ അസ്വസ്ഥത കുറയ്ക്കാൻ സഹായിക്കും. മൊബൈൽ ആപ്ലിക്കേഷനുകളും ഉണ്ട്. ഇത് കുഞ്ഞിന്റെ കരച്ചിലിന്റെ ശബ്ദം വിശകലനം ചെയ്ത് വിശപ്പാണോ, ഉറക്കക്കുറവാണോ, അതോ ഡയപ്പർ മാറ്റേണ്ട സമയമായോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും മാതാപിതാക്കളെ സഹായിക്കും. എന്നാൽ മുത്തശ്ശിമാരുടെ സ്നേഹവും പരിചരണവും ഇതിനൊന്നും പകരമാകില്ല. ഏറ്റവും പ്രധാനം നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ്. ആപ്പ് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സ്വന്തം നിരീക്ഷണവും അനുഭവവും വളരെ പ്രധാനമാണ്. ഒരു കുഞ്ഞിന്റെ കരച്ചിൽ അമ്മയുടെ ഉത്തരവാദിത്തത്തെ ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും നല്ല ആപ്പ് അമ്മയുടെ ഹൃദയമാണ്. അത് നൽകുന്ന സ്നേഹത്തിനും സുരക്ഷിതത്വത്തിനും ഒരു സാങ്കേതികവിദ്യയ്ക്കും പകരമാകാൻ കഴിയില്ല.